ഹസ്കർ, ഇതിലും രാഷ്ട്രീയം കാണണമായിരുന്നു. ഇതിലും ഇമാതിരി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ തോന്നേണ്ട കാര്യമുണ്ടോ? ഒരു ദൗത്യം തീരുമാനിക്കുന്നു. 3 ഘട്ടമായിട്ടാണ് ഇത് നടന്നത്, നമുക്ക് നല്ലവണ്ണം അറിയാം. ആദ്യവട്ടം ഈ പഹൽഗാം ആക്രമണം നടന്നതിന് പിന്നാലെ എല്ലാ രാഷ്ട്രങ്ങളെയും അതാത് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ ഉപയോഗിച്ച് ബ്രീഫ് ചെയ്തു, എന്താണ് ഇവിടെ സംഭവിച്ചെന്ന്, ആരാണ് ഇതിന് പിന്നിലെന്ന്. 2ാം ഘട്ടമായി കൃത്യമായി അണുവിട തെറ്റാതെ ഭീകരതാവളങ്ങൾ ആക്രമിക്കുന്നു. 3ാം ഘട്ടം നാണം കെട്ടുനിന്ന പാകിസ്ഥാൻ പൂഞ്ചിലടക്കം ജനവാസ മേഖലകൾ ആക്രമിക്കുന്നു. ചോദിച്ചു വാങ്ങിയതാണ്, ഇരന്നു വാങ്ങിയതാണ്, കൃത്യമായ മറുപടി നൽകി. ഭീകര താവളങ്ങൾ പലതും കിടന്നത് സൈനിക താവളങ്ങൾക്കടുത്താണ്. ആ സൈനിക താവളങ്ങളുടെ മതിലിൻ്റെ ഒരു കല്ല് പോലും ഇളക്കാതെയായിരുന്നു വളരെ കൃത്യമായ കണിശമായ ആക്രമണങ്ങൾ, പ്രിസിഷൻ. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഒരു 8 മണിക്കൂർ എടുത്തുള്ളൂ തോന്നുന്നു. എണ്ണി 2-3 എയർബേസുകൾ അടക്കം, പ്രതിരോധവും ആക്രമണശേഷി അടക്കം അങ്ങ് തീർത്തു. റൺവേ അടക്കം, VIP യാത്രയ്ക്കായിട്ട് ഒരുക്കി വെച്ചിരുന്ന ബേസുകൾ, നൂർഖാൻ അടക്കം. നൂർഖാനെ ചൊല്ലിയുള്ള കരച്ചിൽ ഇനിയും തീർന്നിട്ടില്ല പാകിസ്ഥാനിൽ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടം, ശ്രീ ഹസ്കർ, അടുത്ത ഘട്ടം ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് എന്ന് തന്നെ പറയാം. ലോകരാഷ്ട്രങ്ങളിൽ പോയി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം. അതിനായി തിരഞ്ഞെടുക്കുമ്പോൾ കാര്യങ്ങൾ പോയി ധരിപ്പിക്കാൻ ഏറ്റവും യുക്തമായ ആൾക്കാരെ, ഏറ്റവും അനുയോജ്യരായവരെ തിരഞ്ഞെടുത്ത് അയക്കുന്നു. അവിടെ നമ്മൾ ഈ കശുവണ്ടി വികസന കോർപ്പറേഷനിലേക്ക് ചെയർമാനെ നിശ്ചയിക്കുന്നതിലേക്കോ ഒക്കെ ചർച്ച നടത്തുന്ന പോലെ ചർച്ച നടത്തണം എന്നൊക്കെ പറയുന്നത് ഈ കാലത്തിന് യോജിച്ചതാണോ ശ്രീ ഹസ്കർ? പ്രിയപ്പെട്ട പ്രതിഭ, അങ്ങൊന്ന് മനസ്സിലാക്കേണ്ടത്, ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ തിരിച്ചടി തന്നെയാണ്, ഒരു സംശയമില്ല. അത് രാജ്യത്ത് ജീവിക്കുന്ന, ലോകത്ത് ജീവിക്കുന്ന ഏതു മനുഷ്യനും, മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഏതു മനുഷ്യനും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ 2 പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് വാഴ്ത്തിപ്പാടുന്നതിന്, അതിന്റെ ആരാധകർക്ക് വാഴ്ത്തിപ്പാടുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷേ എടുത്തിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്. ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനുള്ള ധൈര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിക്കണമായിരുന്നു. ഒരു സ്പെഷ്യൽ പാർലമെന്റ് എഡിഷൻ വിളിച്ചു ചേർത്ത് ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ലെന്നുള്ളതാണ് ഒന്നാമത്തെ തർക്കം. 2, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഇതൊരു ഏകാധിപത്യ രാജ്യമല്ല. സ്വാഭാവികമായി പിക്ക് ആൻഡ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയുടെ സ്വഭാവവും നവഫാസിസ്റ്റ് രൂപീകരണത്തിൽ വരുന്ന ഒരു രാജ്യ തലവന്റെ രീതിയുമാണ്, ഒരു ഭരണകൂടത്തിന്റെ രീതിയാണ്. മറിച്ച് ചെയ്യാൻ കഴിയുന്നത് എന്തുമായിരുന്നു? ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിളിച്ചു ചേർത്ത് അവരിൽ നിന്നും പ്രതിനിധികളെ തീരുമാനിക്കണം. ഡോക്ടർ ശശി തരൂർ ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ അദ്ദേഹം ലോക പ്രശസ്തനാണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ പ്രവർത്തിക്കണം, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തണമെന്ന് ആഗ്രഹമുള്ള ആളാണ്, അങ്ങനെ വിചാരിക്കുന്ന ആളാണ്, ഒരു സംശയമില്ല. പക്ഷെ ഡോക്ടർ ശശി തരൂരിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. അവിടെ ഏകാധിപത്യപരമായിട്ടുള്ള നിലപാട് ഇന്ത്യൻ ഭരണാധികാരികൾ എടുത്തു എന്ന കടുത്ത വിമർശനം ഉയർത്തുന്നു. എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വസ്തുതാ വിവരങ്ങൾ ആകമാനം പാർലമെന്റ് വിളിച്ച് ചർച്ച ചെയ്യുന്നതിന് തയ്യാറാകുന്നില്ല? പാർലമെന്റിൽ BJPക്ക് എന്തായാലും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടല്ലോ. ആ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് നിശ്ചയമായും ചർച്ച ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടി പാർലമെന്റിനുള്ളിൽ നേരിടും എന്നുള്ളതല്ല. അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അത് ചെയ്തില്ല എന്നുള്ള വിമർശനമാണ് ഇടതുപക്ഷവും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തുന്നത്. ഒരുപക്ഷെ ഈ ആളുകളെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ പാർലമെന്റിലെ മികച്ച പാർലമെന്ററിയന്മാരെയാണ് ഇന്ത്യ പ്രതിനിധികളെ ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ അത് തെരഞ്ഞെടുക്കുന്ന രീതി അതാത് പാർട്ടികളുടെ ആളുകളുമായി ചർച്ച ചെയ്തു വേണമായിരുന്നു അതാണ് ഒരു ജനാധിപത്യ പ്രക്രിയ.